ആ ചുറ്റിയെ കുറെ കൂടി ശക്തിയായി മരക്കുറ്റിയിലിടിക്കും. കുറ്റിക്ക് ബലമില്ലെങ്കിൽ മണ്ണല്ല ഒലിച്ച് പുഴയിലേക്ക് പോകും. ശരി തമ്പ്ര, കയറ് വലിച്ചിരിക്കുന്ന ഉറച്ചിട്ടുണ്ടോ? അന്ന് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയ കൂലി വെറും 3/4 രൂപയായിരുന്നു. ആ 3/4 രൂപയും മടിയിലിട്ട് പുഴകളായ പുഴകളും തോടുകളായ തോടുകളും പീടികകളായ പീടികകളും വീടുകളായ വീടുകളും അയാൾ കയറിയിറങ്ങി. ആ 3/4 രൂപയ്ക്ക് അന്ന് അയാൾക്ക് അത്താഴക്കരിക്കാടി ഉണ്ടാക്കാൻ വേണ്ടുന്ന അരി വാങ്ങാൻ വേണ്ടി. പക്ഷേ എവിടെന്നും 3/4 രൂപയ്ക്ക് അരിയോ മറ്റ് സാധനങ്ങളോ കിട്ടിയില്ല. അത് ഓർമ്മിച്ചപ്പോൾ അയാളുടെ നെഞ്ചിൽ ഒരു പിടച്ചിലുണ്ടായി. അയാളുടെ കൊട്ടിലിൽ അന്തിയാവും വരെ അരിയിട്ട തിളപ്പിച്ച വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ തൻ്റെ ഭാര്യ പട്ടിണിയിരിക്കുകയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പിലാവിലക്കഞ്ഞി. നമസ്കാരം. ഇലാമ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ഭാഗങ്ങളും 26 അധ്യായങ്ങളുമുള്ള നോവലാണ് രണ്ടിടങ്ങഴി. അതിലെ 17ാമത്തെ അധ്യായത്തിന് തകഴി ശിവശങ്കരപ്പിള്ള കൊടുത്തിരിക്കുന്ന പേര് പിലാവിലക്കഞ്ഞി എന്നാണ്. എന്താണ് ഈ പിലാവിലക്കഞ്ഞി? കോട്ടിയ പിലാവില കൊണ്ട് കോരിക്കുടിക്കുന്ന കഞ്ഞി എന്ന് ലളിതമായി നമുക്കതിൻ്റെ അർത്ഥം പറയാം. പക്ഷേ രണ്ടിടങ്ങഴി എന്ന നോവലിൽ 17ാമത്തെ അധ്യായത്തിന് പിലാവിലക്കഞ്ഞി എന്ന് തകഴി പേര് കൊടുത്തിരിക്കുന്നത് ആ ഒരർത്ഥത്തിലല്ല. അതിന് മറ്റൊരർത്ഥമുണ്ട്. എന്താണ് ആ അർത്ഥം? ആ പേരിൻ്റെ ഔചിത്യം എന്താണ്? എന്തുകൊണ്ടാണ് തകഴി അങ്ങനെ ഒരു പേര് ആ അധ്യായത്തിന് കൊടുത്തത്? അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആ കഥ നടക്കുന്നത് എവിടെയാണെന്ന് അറിയണം. ആ കഥ നടക്കുന്ന കാലഘട്ടം അറിയണം. ആ കഥയിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് അറിയണം. ഓരോ കഥാപാത്രവും നേരിടുന്ന ജീവിത യാതനകൾ എന്തൊക്കെയാണെന്ന്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയണം. അതിലേക്കുള്ള ഒരന്വേഷണമാണ് ഈ പാഠം. നമുക്ക് പാഠത്തിലേക്ക് വരാം. പിലാവിലക്കഞ്ഞി എന്ന പാഠത്തിൻ്റെ കേന്ദ്ര ആശയത്തെ ചില വിഭാഗങ്ങളാക്കി ആദ്യം തരംതിരിക്കാം. പിലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രധാന കഥാപാത്രങ്ങൾ 4 പേരാണ്. അതിലൊന്ന് നായക കഥാപാത്രമായ കോരനാണ്. 2 നായിക കഥാപാത്രമായ ചിരിതയാണ്. 3ാമത്തത് കോരൻ്റെ അച്ഛൻ ചാത്തൻ. 4ാമത്തത് പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളി. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഓരോ കഥാപാത്രത്തെയും കുറിച്ചുള്ള വിശദീകരണങ്ങളിലേക്ക് നമുക്ക് വരാം. കോരൻ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ്. പിലാവിലക്കഞ്ഞി എന്ന പാഠത്തിലെ പ്രധാന കഥാപാത്രം. പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളിൽ ഏറ്റവും പ്രധാനിയാണ്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊഴിൽ ചെയ്യും. തൊഴിലിന് കൂലിയായിട്ട് മുതലാളിയുടെ വീട്ടിൽ ചെന്ന് യാചനയോടെ നിൽക്കും. മുതലാളി കൂലിയായിട്ട് പണം കൊടുക്കും. പക്ഷെ അന്ന് കൂലിയായി കിട്ടുന്ന ആ പണത്തിന് നെല്ലോ അരിയോ വാങ്ങാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് മുതലാളിയുമായിട്ട് ചില തർക്കങ്ങൾ കോരൻ നടത്തുന്നുണ്ട്. കൂലിയായിട്ട് ചക്രം വേണ്ട, പകരം നെല്ല് തന്നാൽ മതി ഇന്നത്തെ അത്താഴക്കരിക്കാടിക്ക് എന്ന് പറയാറുണ്ട്. കോരൻ സംസാരിക്കുന്ന ഭാഷ അത് ഗ്രാമ്യമായ ഭാഷയാണ്. ഇതിനകത്ത് തകഴി ശിവശങ്കരപ്പിള്ള ഉപയോഗിച്ചിരിക്കുന്നത്. വിവാഹ ദിവസം കോരൻ ചിരിതയെ വിവാഹം കഴിച്ചു. വിവാഹ ദിവസം വീട്ടിൽ ചില തർക്കങ്ങളുണ്ടായി. അച്ഛനുമായി തെറ്റിപ്പിരിഞ്ഞു. നേരെ ഭാര്യയും വിളിച്ചും കൊണ്ട് തൻ്റെ സുഹൃത്തായ കുഞ്ഞപ്പിയുടെ കുടിലിൽ വന്നു. ആ കുടിലിനോട് ചേർന്ന് ഒരു ചായ്പ് മറച്ചു കെട്ടി അതിനകത്താണ് കോരനും ഭാര്യയും താമസിക്കുന്നത്. കാലം കുറേ കഴിഞ്ഞു. കോരൻ്റെ അച്ഛൻ കോരനെ തേടിയെത്തുന്നുണ്ട്. ഒരുപാട് പ്രായം ചെന്നൊരു മനുഷ്യനാണ്. പക്ഷേ ആ തെറ്റ് മനസ്സിലാക്കി ഭാര്യയുമൊത്ത് ജീവിക്കാൻ വേണ്ടി അച്ഛനെ ഉപേക്ഷിച്ച് വന്നത് തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിയുകയും അച്ഛനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അച്ഛൻ്റെ അവസാനത്തെ അഭിലാഷം ഒരു പിലാവിലക്കഞ്ഞി കുടിക്കണം എന്നുള്ളതാണ്. അത് നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് കോരൻ. അടുത്ത കഥാപാത്രം ചിരിതയാണ്. രണ്ടിടങ്ങഴി എന്ന നോവലിലെ നായിക കഥാപാത്രമാണ് ചിരിത. ചിരിത കോരൻ്റെ ഭാര്യയാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിക്കുന്ന കഥാപാത്രമാണ്. കോരനെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ നല്ല സൗന്ദര്യമുള്ള, നല്ല തടിയുള്ള ഒരു നായികയായിരുന്നു. പക്ഷേ കോരനുമൊത്ത് ജീവിതം തുടങ്ങിയപ്പോൾ
അവളുടെ ശരീരമൊക്കെ അങ്ങ് ശോഷിച്ചു പോയി. കാരണം ഭർത്താവിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന സ്ത്രീയായിട്ടാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പാഠഭാഗത്ത് ചിരിത ജോലിക്ക് പോകുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. വീട്ടിലിരുന്ന് ചില കൈത്തൊഴിലുകൾ ചെയ്യുന്നുണ്ട്. ഈ കുട്ട, മുറം തുടങ്ങിയവയൊക്കെ നെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കോരൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ പാകം ചെയ്ത് കോരനെ തീറ്റി സ്വയം പട്ടിണി കടന്ന് ഭർത്താവിനെ സംരക്ഷിക്കുന്ന കൂട്ടത്തിലുള്ള കഥാപാത്രമാണ് ചിരിത. കോരൻ്റെ അച്ഛൻ പിണക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു നേരത്തെ പ്ലാവിലെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ആ സമയത്ത് താൻ നെയ്തു വെച്ചിരുന്ന ഒരു മുറം കൊണ്ടുപോയി വിറ്റ് അതിന് കിട്ടിയ പൈസ കൊണ്ട് മൂഴക്കരി വാങ്ങി. മൂഴക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അരി. അത് വാങ്ങി കഞ്ഞി വെച്ച് കോട്ടിയ പ്ലാവില കൊണ്ട് അച്ഛനെ കോരി കുടിപ്പിച്ച് തൃപ്തി വരുത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് ചിരിതയെ കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ കഥാപാത്രം കോരന്റെ അച്ഛൻ ചാത്തനാണ്. അറിവ് വച്ച കാലം മുതൽ പാടത്ത് പണിയെടുത്ത് ജീവിതം തുടങ്ങിയ ആളാണ് ചാത്തൻ. ഇപ്പോഴും പണിക്കാരനാണ്, പക്ഷെ പണി ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം അവശനുമാണ്. വൃദ്ധനായി പോയി. നേരെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയുന്നില്ല. ഊന്നുവടിയുടെ സഹായത്താൽ നടക്കുന്ന ഒരു കർഷകൻ. അടുത്തത് പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളി. ആ പേര് പോലെ തന്നെ ഈ പൂക്കളുള്ള തോട്ടം ഒക്കെ വേലി കെട്ടി മറച്ച് അതിനുള്ളിൽ ഒരു വലിയ ബംഗ്ലാവും ഒക്കെ വെച്ച് താമസിക്കുന്ന വലിയ മുതലാളി. 10,000 പറ നിലം സ്വന്തമായിട്ടൊക്കെ ഉള്ള മുതലാളി. കുട്ടനാട്ടിലെ വലിയ തറവാടി. ആ കുട്ടനാട്ടിൽ ഓരോ വർഷവും ഈ ഔസേപ്പിന് ഓരോ പ്രോജക്റ്റുണ്ട്. ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന നിലപ്പുരയിടം അളന്ന് തിരിച്ച് കെട്ടി അതിനകത്ത് മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് കരപ്പുരയിടമാക്കി മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ. അതിനു വേണ്ടിയിട്ട് ധാരാളം തൊഴിലാളികളെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓരോ തൊഴിലാളിക്കും ഓരോ വള്ളവും കൊടുത്തിട്ട് അവ ജോലി ആരംഭിക്കുകയാണ്. പ്ലാവിലക്കഞ്ഞി എന്ന പാഠത്തിൽ കാണുന്നത് ആ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്ന കോരൻ എന്ന് പറയുന്ന കഥാപാത്രം. അവർ കോരനുമായി ബന്ധപ്പെട്ട 10-20 കഥാപാത്രങ്ങളുമുണ്ട്. കട്ടകുത്ത് നടത്തുന്നു. ആ കട്ടകുത്തുമായി ബന്ധപ്പെട്ട ജോലി കഴിഞ്ഞിട്ട് കൂലിക്കായിട്ട് ഔസേപ്പ് മുതലാളിയുടെ വീട്ടിൽ എത്തുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കൂലിക്ക് പകരമായിട്ട് നെല്ല് വേണമെന്ന് കോരൻ യാചിക്കുമ്പോൾ കോരനോട് വളരെ പരുഷമായിട്ട് സംസാരിക്കുന്ന കഥാപാത്രം. കൂലിക്കാരെ അടിമകളെ പോലെ കാണുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ എപ്പോഴും ചൂഷണം ചെയ്ത് പോക്കറ്റ് നിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. അതായിട്ടാണ് ഇതിനകത്ത് ഔസേപ്പിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ നിരാകരിക്കുകയും സ്വന്തം ലാഭത്തിനു വേണ്ടി തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം. വീഡിയോ ആദ്യാവസാനം കാണുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ആ ബെൽ ബട്ടണിൽ കൂടി അമർത്തിയേക്കണേ. പ്ലാവിലക്കഞ്ഞിയുടെ കഥാപശ്ചാത്തലം കുട്ടനാട്, തകഴി, കൈനികര, കുട്ടനാട്. ഇങ്ങനെ 3 സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കഥ നടക്കുന്നത്. ഇതാണ് കഥാപശ്ചാത്തലത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടുന്ന കാര്യം. ഈ കഥാപശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ MCQ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടനാടിൻ്റെ ചില വിശേഷണങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. കുട്ടനാടിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന നാടാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന നാടാണ് കുട്ടനാട്. കുട്ടനാട്ടിലൂടെ ഒഴുകുന്ന പമ്പാ നദി, അതിൻ്റെ ആ ജലസമൃദ്ധിയാണ് കുട്ടനാടിൽ ഈ നെല്ലറകൾ സൃഷ്ടിക്കാൻ കാരണമായി തീരുന്നത്. കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി എന്ന മറ്റൊരു വിശേഷണമുണ്ട് കുട്ടനാടിന്. ധാരാളം പുഴകളും തോടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ധാരാളം പുഴ മത്സ്യങ്ങളൊക്കെ കിട്ടുന്ന ഇടം എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി എന്ന് പറയാറുണ്ട്. ധാരാളം ചുണ്ടൻ വള്ളങ്ങളുടെ നാടെന്ന മറ്റൊരു കീർത്തിയും കൂടി ഈ പ്രദേശത്തിനുണ്ട്. മൺചട്ടിയിൽ പകർന്നു വച്ചിരിക്കുന്ന ചമ്പാവരി കഞ്ഞി, പുഴുങ്ങി കടുവറുത്ത് ചെറിയ തുമ്പലയിൽ മാറ്റിവച്ചിരിക്കുന്ന കപ്പ, അച്ചാർ, ചുട്ട പപ്പടം, കോട്ടിയ പച്ചപ്പിലാവില. 2021 നമ്മൾ ഇത് കാണുമ്പോൾ
നമുക്ക് അതൊരു വല്ലാത്തൊരു ഗൃഹാതുരതയാണ്. പക്ഷേ ഈ ഗൃഹാതുരതയ്ക്കും അപ്പുറത്ത് 1940കളിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും തകഴി ശിവശങ്കരപ്പിള്ള രണ്ടിടം കഴിയുന്ന നോവൽ എഴുതി 1948 പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ പ്ലാവിലെ കഞ്ഞി എന്നത് ഗൃഹാതുരതയല്ല, അതൊരു ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ്, കൊടിയ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ്, ചൂഷണത്തിൻ്റെ പ്രതീകമാണ്. രണ്ടിടം കഴിയുന്ന നോവലിലെ പ്രധാന കഥാപാത്രം പണക്കാരൻ്റെ പാടത്ത് പകലന്തിയോളം പണിയെടുക്കും. പക്ഷേ പണിയെടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന കൂലി 3/4 രൂപ അല്ലെങ്കിൽ 1 രൂപയാണ് ഒരു ദിവസം. അത് കൊടുത്താൽ പുറത്തുനിന്ന് അരി വാങ്ങാൻ പറ്റില്ല. ആ പൈസയ്ക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള അരിയോ സാധനങ്ങളോ വാങ്ങാൻ ആ പൈസയ്ക്ക് തികയില്ല. അതിന് പകരം ഈ പണക്കാരനോട് ആ കൂലിക്ക് പകരം നെല്ല് ചോദിക്കുമ്പോൾ അയാളുടെ ആട്ടും തുപ്പും ഏറ്റവും കൊണ്ട് ആ കിട്ടിയ ചക്രവും മടിയിലിട്ട് പുഴകളായ പുഴകളും തോടുകളായ തോടുകളും വീടുകളായ വീടുകളും കയറിയിറങ്ങി അവസാനം തുച്ഛമായ അരിയും കപ്പയും വാങ്ങി കുടിലിൽ എത്തുന്ന കോരൻ്റെ ചിത്രം ഇതിനകത്ത് തകഴി കൊടുത്തിരിക്കുന്നത് ഈ കൊടിയ ദാരിദ്ര്യത്തെയും ഈ കൊടിയ ചൂഷണത്തെയും വ്യക്തമാക്കാനാണ്. അതിനും അപ്പുറത്ത് ഹൃദയം ഭേദിക്കുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. കോരൻ്റെ അച്ഛൻ ചാത്തൻ, അത് ഒരു പണിക്കാരുടെ തലമുറയെ മൊത്തം റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ചാത്തൻ. അറിവ് വച്ച കാലം മുതൽ മരിക്കാറായ കാലം വരെ, ചാവാറായ കാലം വരെ പണിക്കാരനായി മാത്രം ജീവിക്കുകയും അവസാനം ഈ ദാരിദ്ര്യത്തിൽ നിന്നും ആ ക്ഷീണം അകറ്റാൻ ഒരു പ്ലാവിലെ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ അവമാനം സഹിച്ച് തന്നെ കൈവെടിഞ്ഞു പോയ മകൻ്റെ കുടിലിലേക്ക് വലിഞ്ഞു കയറി വന്ന് മകൻ്റെ ഭാര്യയിൽ നിന്നും പ്ലാവിലക്കഞ്ഞി വാങ്ങി കുടിച്ച് ഏമ്പക്കം വിടുന്ന ചാത്തൻ എന്ന ആ കഥാപാത്രം, അത് മറ്റൊരു പ്രതീകം. ഈ 2 കഥാപാത്രത്തെയും കൂടി ഒരുമിച്ച് വെച്ച് വായിക്കുമ്പോൾ പ്ലാവിലക്കഞ്ഞി എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം നമുക്ക് ബോധ്യമാകും. അത് കൊടിയ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ്, കൊടിയ ചൂഷണത്തിൻ്റെ പ്രതീകമാണ്.